കോതമംഗലത്ത് വിഷമുള്ളിൽ ചെന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. മാതിരപ്പള്ളി മേലേത്തുമാലിൽ അൻസിൽ എന്ന 38-കാരനാണ് മരിച്ചത്. നിലവിൽ യുവാവിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. പെൺസുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നുവെന്നാണ് അൻസിലിന്റെ സുഹൃത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചേലാട് സ്വദേശിയായ 30-കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കഴിഞ്ഞ 29-ാം തീയതി വൈകുന്നേരത്തോടെയാണ് അൻസിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത്. 30-ാം തീയതി പുലർച്ചെയോടെയാണ് ഇദ്ദേഹത്തെ അവശനിലയിൽ കണ്ടെത്തുന്നത്. പെൺസുഹൃത്തിന്റെ വീടിന് മുന്നിലുള്ള വഴിയിൽ അവശനായി വീഴാൻ പോകുന്ന നിലയിൽ അൻസിൽ തന്നെയാണ് തന്റെ ഫോണിൽ നിന്ന് ബന്ധുവിനെ വിളിച്ചു വരുത്തി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ആവശ്യപ്പെടുന്നത്. പിന്നീട് ബന്ധു ആംബുലൻസ് വിളിക്കുകയും അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പെൺസുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് പറഞ്ഞിരുന്നു. പെൺസുഹൃത്ത് എന്തോ കലക്കി നൽകിയത് താൻ കുടിച്ചിരുന്നു എന്ന് അൻസിൽ തന്നോട് പറഞ്ഞതായി ബന്ധു വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. ഇതിന് പിന്നാലെയാണ് ചേലാട് സ്വദേശിനിയായ 30-കാരിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അൻസിലിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആരോഗ്യസ്ഥിതി വഷളായതോടെ അൻസിൽ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അൻസിൽ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഇടയ്ക്കിടെ പെൺസുഹൃത്തിനെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതിനിടെ അൻസിലിന്റെ ഭാഗത്തു നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകുകയായിരുന്നുവെന്നാണ് സൂചന.